ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ ആണ്. ആർ ബി ഐൻ്റെ മോണിറ്ററി ഫങ്ഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ 2 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. മോണിറ്ററി ഫങ്ഷൻസിൽ വരുന്ന കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പോർഷനാണ് എടുക്കുന്നത്. അതിൽ കൺട്രോളർ ഓഫ് ക്രെഡിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും. അപ്പം ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മോണിറ്ററി പോളിസി ടൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മോണിറ്ററി ഫങ്ഷൻ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഒരു മോണിറ്ററി പോളിസി ടൂൾ ആയിട്ടാണ് പറയുന്നത്. യൂസ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ ഇൻ സ്പെസിഫിക് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. എന്താ പറയുന്നത്? മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്ന ഒരു മോണിറ്ററി പോളിസി ടൂളാണ് എന്ത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതൊരു സ്പെസിഫിക് സെക്ടേഴ്സിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇറ്റ് ഈസ് a selective tool that controls the use of credit and discriminate between different sectors. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ദ യൂസ് ഓഫ് ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ദ ഫോളോയിങ് ആർ കോമൺലി യൂസ്ഡ് സെലക്റ്റീവ് കൺട്രോൾ മെത്തേഡ്സ്. ഏതൊക്കെയാണ് സെലക്റ്റീവ് കൺട്രോൾ മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഒന്ന് മാർജിൻ റിക്വയർമെൻറ്റ്സ്. മാർജിൻ റിക്വയർമെൻറ്റ്സ് refers to the difference between the current value of the security offered for loan and the value of loan granted. എന്താ പറയുന്നത്? ലോണിന് വേണ്ടി കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ ആ സെക്യൂരിറ്റീൻ്റെ കറണ്ട് വാല്യൂവും അതുപോലെ തന്നെ ലോണിന് കിട്ടിയിരിക്കുന്ന ലോൺ ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെക്യൂരിറ്റി, ലോണിന് കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ ആ സെക്യൂരിറ്റീൻ്റെ കറണ്ട് വാല്യൂ, അതും അതിനെ നമുക്ക് കൊളാട്രൽ എന്ന് വിളിക്കാം കേട്ടോ. ഈ കൊളാട്രലും അതുപോലെ തന്നെ നമുക്ക് എത്ര ലോണാണോ ഗ്രാൻഡ് ആയിരിക്കുന്നത് അതിൻ്റെ വാല്യൂ, ഇത് രണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയാം. It is a qualitative method of credit control adopted by the central bank in order to stabilize the economy from inflation or deflation. ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഒന്നും ഇല്ലാതെ എക്കണോമീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവന്ന അഡോപ്റ്റ് ചെയ്ത ഒരു എന്ത് മെത്തേഡാണിത്? ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് അല്ലേ. ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ക്രെഡിറ്റ് കൺട്രോളിൽ കേട്ടോ. അപ്പം എന്താണിത്? മാർജിൻ റിക്വയർമെൻറ്റ്, സെക്യൂരിറ്റിയും ലോണും തമ്മിലുള്ള വാല്യൂ അല്ലേ, ആ വാല്യൂയിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മാർജിൻ റിക്വയർമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് സെക്യൂരിറ്റീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ആരാണ്? സ്പെസിഫിക് സെക്യൂരിറ്റി മാർജിൻ റിക്വയർമെൻറ്റ്സും ഒക്കെ തമ്മിലുള്ള ഇത് കണ്ടുപിടിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. A change in margin requirements will influence the flow of credit. അപ്പം ഇതെന്ത് ചെയ്യുന്നു? ഒരു മാർജിൻ റിക്വയർമെൻറ്റ്സിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ക്രെഡിറ്റിൻ്റെ ഫ്ലോവിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ് ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. In case of inflation, the margin requirements is increased so that demand for loan are decreased. And in case of deflation, margin requirements are decreased so that the demand for loan are increased. എന്താ പറയുന്നത്? ഇൻഫ്ലേഷൻ്റെ ടൈമിൽ മാർജിൻ റിക്വയർമെൻറ്റ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ലോണിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂട്ടും എന്നാണ് പറയുന്നത്. അല്ല, ഡിമാൻഡ് കുറയ്ക്കുമെന്നാണ് പറയുന്നത് അല്ലേ. മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ലോണിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കുറയും. ഓക്കെ. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പമാണ്. പണം എന്ത് ചെയ്യും? സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ വില കൂടും അല്ലേ. എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് കൂടും, പക്ഷേ എന്തില്ല, പണത്തിന് മൂല്യം കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെയൊരു സമയത്ത് മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കാം? ഡിമാൻഡ് ഫോർ ലോൺ ആർ ഡിക്രീസ്ഡ്. ലോണിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കുറയാം എന്നാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്
ഡിഫ്ലേഷൻ്റെ ടൈമിൽ മാർജിൻ റിക്വയർമെൻറ്റ് കുറയുവാണെങ്കിൽ എന്ത് ചെയ്യും? ഡിമാൻഡ് ഫോർ ലോണ് കൂടും, ഇൻക്രീസ് ചെയ്യും അല്ലേ? ഇനി ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ മോർട്ടഗേജ് ഹിസ് ഹൗസ് വർത്ത് 1 crore വിത്ത് ദ ബാങ്ക് ഫോർ എ ലോൺ ഓഫ് 80 lakh rupees. ദ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻ ദിസ് കേസ് വിൽ ബി 20 lakh rupees. എന്താ പറയുന്നത്? 1 കോടിയുടെ ഒരു വീട്, അതിന് മോർട്ടഗേജ് ലോണായിട്ട് വെക്കാൻ പോവാം. അപ്പം 80 ലക്ഷമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ലോണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായി? 1 കോടി വാല്യൂ ഉള്ള വീടായിരുന്നു, പക്ഷേ 80 ലക്ഷം വരെ അതിനെന്ത് കിട്ടിയുള്ളൂ? ലോണ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ലോൺ ഗ്രാൻഡഡ് വാല്യൂ അല്ലേ? അപ്പം ഇത് തമ്മിലുള്ള മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാ? 20 lakh rupees അല്ലേ? ആ ഡിഫറൻസ് 1 കോടിയും 80 ലക്ഷവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20 lakh ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രെഡിറ്റ് റേഷനിങ് ആണ്. ക്രെഡിറ്റ് റേഷനിങ് റിഫേഴ്സ് ടു ദ സെൻട്രൽ ബാങ്ക് സ്ട്രാറ്റജി where it limits the maximum amount of loan a bank can provide to specific sector or categories, effectively controlling the flow of credit by directing it towards desired areas of the economy. എന്താ പറയുന്നത്? ലോണ് കൊടുക്കാനുള്ള ഒരു ബാങ്ക് limits the maximum amount of loan a bank can provide to specific sectors. ഒരു സ്പെസിഫിക് സെക്ടറിലേക്ക് ബാങ്കിന് കൊടുക്കാനുള്ള മാക്സിമം എമൗണ്ട് ഓഫ് ലോണിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബാങ്കിന് മറ്റൊരു സ്ട്രാറ്റജി. ഓക്കെ, ഒരു സെക്ടറിലേക്ക് ബാങ്ക് ലോണ് കൊടുക്കുന്നത് ലിമിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ദിസ് ഈസ് കൺസിഡേർഡ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ബിക്കോസ് ഇറ്റ് focuses on influencing the direction of credit rather than just its overall quantity. അതിൻ്റെ ക്വാണ്ടിറ്റിനെക്കാട്ടിലും, ലോണിൻ്റെ ക്വാണ്ടിറ്റി എത്ര അതൊക്കെ നോക്കുന്നതിനേക്കാട്ടിലും ഏത് സെക്ടറിലേക്കാണ് കൊടുത്തത് അതിൻ്റെ ഇൻഫ്ലുവൻസിങ് ദ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സെൻട്രൽ ബാങ്ക് മൈറ്റ് റേസ് the maximum ceiling on the agriculture sector to promote credit flow in the rural sector. എന്താ ചെയ്യുന്നത്? അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള മാക്സിമം ലോൺ കൊടുക്കുന്ന കുറച്ചിട്ട് റൂറൽ സെക്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഫ്ലോനെ പ്രൊമോട്ട് ചെയ്യിക്കുക ഒക്കെയാണ് ആര് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പം എന്താ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് ലിമിറ്റ്സ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ലോൺ എ ബാങ്ക് ക്യാൻ പ്രൊവൈഡ് ടു സ്പെസിഫിക് സെക്ടർ. ഓക്കെ, മാക്സിമം എമൗണ്ട് ഓഫ് ലോണിനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലേ, ഒരു ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് സെക്ടറിലേക്ക്. അടുത്തത് മോറൽ സുവേഷൻ ആണ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് എക്സേർട്ടിംഗ് moral influence over commercial banks through advice, suggestions, requests and persuasion. The goal is to encourage commercial bank to cooperate with the central bank. എന്താ പറയുന്നത്? ഈ മെത്തേഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക ചെയ്യുന്നത്. അഡ്വൈസ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പെർsuade ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലേ. അഡ്വൈസൊക്കെ കൊടുക്കുകയാണ് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്. മോട്ടിവേഷനും അഡ്വൈസൊക്കെ കൊടുക്കുന്നതിനെയാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താ ഗോൾ, എന്താ ലക്ഷ്യം, എന്താണ്? എൻകറേജ് കൊമേഴ്ഷ്യൽ ബാങ്ക് ടു കോപ്പറേറ്റ് വിത്ത് ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സിൻസ് 1949 the RBI has effectively used moral suasion to align commercial banks with its credit policies. അപ്പോൾ എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ 1949 മുതലാണ് എന്ത് ചെയ്ത് എഫക്റ്റീവായിട്ട് മോറൽ സുവേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇനി ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ ഈസ് എ qualitative credit control method that involves taking punitive measures against non-compliant commercial banks. This is typically considered a last resort used when other methods like moral suasion failed. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു പണിഷ്മെൻ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം മോറൽ സുവേഷനൊന്നും നടന്നില്ല, അങ്ങനെ മെത്തേഡുകളൊന്നും യൂസ്ഫുൾ ആയില്ല, ഫെയിലായി പോയെങ്കിൽ, ആ മെത്തേഡുകളൊക്കെ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ. അവരെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മേ ഇൻക്ലൂഡ് റെഫ്യൂസിങ് ടു റീഡിസ്കൗണ്ട് ബിൽസ് ഓർ ഇമ്പോസിങ് ലെൻഡിങ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ബാങ്ക്.
അപ്പം ഈ റീഡിസ്കൗണ്ട് ഒക്കെ ചെയ്യില്ലേ ബില്ല്, അതെന്ത് ചെയ്യും? റെഫ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലെൻഡിങ് റെസ്ട്രിക്ഷൻസ് നടത്തും. ഇമ്പോസിങ് ലെൻഡിങ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ബാങ്ക്. ലെൻഡ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ വെക്കും അല്ലേ? ലോണൊക്കെ കൊടുക്കുന്നതിന് ബാങ്കുകൾക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ റീഡിസ്കൗണ്ടിങ് ബില്ലൊക്കെ എന്ത് ചെയ്യും? റെഫ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആക്ഷൻ അവസാനത്തെ കേസാണ് കേട്ടോ, ആക്ഷൻ ആയിരിക്കും അത്. അടുത്തത് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ദ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 1965. 1965 ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം വന്നത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു 1989. അത് വിഡ്രോയും ചെയ്തു കേട്ടോ. ഒരു സ്കീം കൊണ്ടുവന്നായിരുന്നു 1965. 1989 ആ സ്കീം വിഡ്രോയും ചെയ്തു. എന്താ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ CAS അല്ലേ? CAS ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. Under this scheme, all commercial banks had to obtain prior approval or authorization from the RBI before granting a loan of rupees 1 crore or more to a single borrower. എന്താ പറയുന്നത്? ഒരു സിംഗിൾ ബോറോവർക്ക്, ലോൺ എടുക്കുന്ന ആൾക്ക് 1 കോടിയോ അതിൽ കൂടുതലോ എന്ത് ചെയ്യാണ്? ലോൺ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം. പ്രയർ അപ്രൂവൽ മുമ്പേ, ഈ കൊടുക്കുന്നതിന് ഗ്രാൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ഓക്കെ, 1965 വന്നു, 1989 ഇതെടുത്ത് കളഞ്ഞല്ലേ. ഓക്കെ, അടുത്തത് സൂപ്പർവൈസറി ഫങ്ഷൻസ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? മോണിറ്ററി ഫങ്ഷൻസ് കഴിഞ്ഞു. അടുത്തത് സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ് കേട്ടോ. മോണിറ്ററി ഫങ്ഷൻസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിലായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ സൂപ്പർവൈസറി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. RBI ഹാസ് സൂപ്പർവൈസറി പവർ ഓവർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം എന്താ പറയുന്നത്? സൂപ്പർവൈസറി പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് RBI ഹാസ് ദ പവർ ടു ഇഷ്യൂ ലൈസൻസ് ടു കമ്പനീസ് ഫോർ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം, കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം RBIക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. The RBI regulates the establishment of banks including licensing and branch expansion. പിന്നെന്താ പറയുന്നത്? RBIക്ക് ബാങ്കുകൾ കൊണ്ടുവരുന്ന, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും എന്ത് ചെയ്യാം? റെഗുലേറ്റ് ചെയ്യാം അല്ലേ? റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. RBI ഹാസ് ഇഷ്യൂഡ് ഗൈഡ്ലൈൻസ് ഓൺ ലിക്വിഡിറ്റി മെയിൻ്റനൻസ്, ക്യാപിറ്റൽ അഡ്വക്കസി ആൻഡ് അതർ പ്രൊഡൻഷ്യൽ നോംസ്. എന്താ പറയുന്നത്? ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി, ലിക്വിഡിറ്റി മെയിൻ്റനൻസിനും അതുപോലെ തന്നെ ക്യാപിറ്റൽ അഡ്വക്കസിക്കും ഒക്കെ വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നതും RBI ആണ്. The RBI regulates amalgamation, reconstruction and liquidation of banking companies. പിന്നെന്താ പറയുന്നത്? RBI എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു. എന്ത്? അമാൽഗമേഷൻ, കൂട്ടിച്ചേർക്കലുകളും റീകൺസ്ട്രക്ഷനും ലിക്വിഡേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസും ഒക്കെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ബില്ല് 2020 ബാങ്കിങ് റെഗുലേഷൻ ബില്ല് 2020 അമെൻമെൻറ്റ് ബില്ലാണിത്. അപ്പോൾ എക്സ്പാൻഡഡ് ദ RBI റെഗുലേറ്ററി കൺട്രോൾ ഓവർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ടേംസ് ഓഫ് ലിക്വിഡേഷൻ. RBI എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലിക്വിഡേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ? റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്ത് പ്രകാരം? 2020 ബാങ്കിങ് റെഗുലേഷൻ ബില്ല് പ്രകാരം. ബാങ്കിങ് റെഗുലേഷൻ ബിൽ അമെൻമെൻറ്റ് ബില്ലാണത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഫംഗ്ഷനാണ് പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ്. അല്ലെ പ്രൊമോഷണൽ ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇൻ അഡീഷൻ ടു റൂട്ടൈൻ ട്രഡീഷണൽ ഫങ്ഷൻസ്, സെൻട്രൽ ബാങ്ക് ഇൻട്രൊഡ്യൂസസ് സെവറൽ പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ്. പ്രൊമോഷണൽ ഫങ്ഷൻസ് നോക്കാം. RBI facilitate credit flow to the agriculture sector and promote rural infrastructure development. RBI എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഫ്ലോവിനെ റെഗുലേറ്റ് ചെയ്യുന്നു അല്ലേ? എങ്ങോട്ടുള്ള? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ക്രെഡിറ്റ് ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യും. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിലൂടെ? നബാർഡും RRBയും. അപ്പം
നബാർഡിൽ കൂടെയും RRBയിൽ കൂടെയും റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇങ്ങോട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള പ്രൊമോഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ RBI aims to promote financial inclusion and develop sound banking habits among the public by expanding the reach and functionality of the banking system. RBI എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ആൻഡ് ഡെവലപ്പ് സൗണ്ട് ബാങ്കിങ് ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റുകൾ, ബാങ്കിങ് ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു. among public by expanding the reach and functionality of the banking system. Okay. RBI support the growth of the microfinance sector. എന്താ പറയുന്നത്? മൈക്രോ ഫിനാൻസ് സെക്ടറിൻ്റെ ഗ്രോത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ബൈ ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു ക്രെഡിറ്റ് ഫോർ ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ആൻഡ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ്സിൻ്റെ ആളുകൾക്കും അതുപോലെ തന്നെ ലോ ഇൻകമുള്ള ഇൻഡിവിജ്വൽസിനും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഫിനാൻസ് സെക്ടറുകളുടെ ഗ്രോത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രൊവൈഡ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് ടു ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ട്രെയിനിങ്ങും റിസർച്ച് ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ബാങ്കുകൾക്കും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വേണ്ടി അല്ലേ. ഇനി RBI സൂപ്പർവൈസസ് ആൻഡ് റെഗുലേറ്റ്സ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസ് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വരാം, കോപ്പറേറ്റീവ് ബാങ്കുകൾ വരാം, റീജിയണൽ റൂറൽ ബാങ്കുകൾ വരാം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെബിലിറ്റിയും സൗണ്ട്നെസ്സൊക്കെ എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. എൻഷുവർ ദെയർ സ്റ്റെബിലിറ്റി ആൻഡ് സൗണ്ട്നെസ്. RBI എൻകറേജസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റോബസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താ പറയുന്നത്? ഒന്നും കൂടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കരുത്തരാക്കാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ടു സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്തിനു വേണ്ടിയാണ്? എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടല്ലേ. ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആണ്. ഫോർമുലേറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് എൻഷുവർ ആൻഡ് അഡ്വക്കേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിൻ്റെ ഫ്ലോ എന്ത് ചെയ്യാൻ? ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടല്ലേ. സ്റ്റെബിലിറ്റി ഉണ്ട്, പ്രൈസ് സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്ററി പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷനായിട്ട് പറയുന്നത്. RBI is responsible for issuing currency and maintaining countries' credit system. എന്താ പറയുന്നത്? കറൻസി ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? RBIൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ കൺട്രീസിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം, രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും RBIൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നു. മാനേജസ് ദ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ആക്ട് ആസ് ദ ബാങ്കർ ടു ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയൊക്കെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യം നമ്മൾ പഠിച്ചതാണ്. ഇനി RBI serve as a banker to commercial bank and act as a lender of last resort during financial crisis. എന്ത് ചെയ്യുന്നു? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായിട്ട് പ്രവർത്തിക്കുന്നതും RBI ആണ് അല്ലേ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട്. ഇറ്റ് സപ്പോർട്ട് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് ആൻഡ് എൻകറേജ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എക്സ്പോർട്ട് നടത്തുന്ന ഇൻഡസ്ട്രികളെ സപ്പോർട്ട് ചെയ്യുകയും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള പറയുന്നു. It works to maintain the stability and soundness of the Indian financial system. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും സൗണ്ട്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും RBIൻ്റെ കടമയാണ്. ഓക്കെ, അപ്പം ഇത്രയേ കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ ഫങ്ഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫങ്ഷൻസ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഫങ്ഷൻസിൽ വരുന്ന എന്തൊക്കെയായിരുന്നു? മോണിറ്ററി ഫങ്ഷൻസ് വരുന്നുണ്ട്, പിന്നെ എന്താ വരുന്നത്? സൂപ്പർവൈസറി ഫങ്ഷൻസ് വരുന്നുണ്ട്, പിന്നെ പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് അല്ലേ. അതിൽ മോണിറ്ററി ഫങ്ഷൻസിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, എന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലപോലെ പഠിക്കുക കേട്ടോ.